എസ് പി കോൺഗ്രസ് ഷെയറിങ്ങിൽ ഒരുപക്ഷെ 8 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള കണക്ക് പ്രകാരം തന്നെ. 2019 രണ്ടുപേരുടെയും സീറ്റ് ഷെയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. എം.വി. നികേഷ് കുമാർ, എത്രയാണ് അങ്ങയുടെ ടേക്ക്? ഞാൻ 30 സീറ്റ് ഇന്ത്യ ബ്ലോക്കിന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. 40 സീറ്റ് വരെ 40 സീറ്റ് വരെ ഇന്ത്യ ബ്ലോക്ക് പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ തന്നെയും റിയലിസ്റ്റിക്കായ കണക്ക് എല്ലാ ഘട്ടത്തിലും ഇൻഫോർമലായി ഇന്ത്യ ബ്ലോക്ക് വിശദീകരിച്ചിരുന്നത് 30 സീറ്റാണ്. അതായത് 80 സീറ്റുകളിൽ 30 സീറ്റ് ഇന്ത്യ ബ്ലോക്കിനും 50 സീറ്റ് BJP പ്ലസിനും, അതായത് NDAയ്ക്കും ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ യു പിയിൽ നമുക്കറിയാം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP 72 സീറ്റാണ് നേടിയിട്ടുള്ളത്. ആ 72 സീറ്റിലേക്ക് BJP എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹിന്ദു ഖത്രേ മേ ഹേ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ്. ഇന്ന് പക്ഷേ യു പിയിൽ അലയടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയെ രക്ഷിക്കൂ എന്നുള്ളതാണ്. ആ നിലയിൽ സാധാരണഗതിയിലെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ സഖ്യമുള്ള സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സഖ്യ സംവിധാനത്തിന് യാദവ് മുസ്ലിം വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് സാധാരണഗതിയിൽ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാറില്ല. ഇത്തവണ പക്ഷേ അത് ദളിതുകളിലേക്ക്, ജാട്ടിലേക്ക്, രാജ്പൂത്തിലേക്ക് ഒക്കെ വ്യാപിപ്പിക്കാനും അതൊരു വിശാലമായ സഖ്യമായി മാറാനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ബുന്ദേൽഖണ്ഡിൽ വെള്ളമില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മുസ്ലിമിൻ്റെ മൊണലിറ്റിക്കായിട്ടുള്ള ഏകമാനകമായിട്ടുള്ള ചിന്താഗതി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിരവധി തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം അടക്കമുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിനെ BJPക്കെതിരായി ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 30 സീറ്റുകളിലെങ്കിലും BJPക്കെതിരായി ഇന്ത്യ ബ്ലോക്കിന് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷയായി ഞാൻ കരുതുന്നു.